ഹലോ, നമുക്ക് ജാപ്പാനീസ് ലെമൺ നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീട്ടിലുള്ള മാഗി വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കുറച്ച് ഉപ്പും പിന്നെ 1/2 കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ട് അത് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ പഞ്ചസാര, അതെല്ലാം കൂടി ചേർത്തൊരു സോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഈ ചിക്കൻ ടോസ്റ്റ് ചെയ്തെടുത്തു. പിന്നെ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് കുറച്ച് പച്ചക്കറികൾ, ഇവിടെ ഞാൻ ക്യാരറ്റ്, കാബേജ്, ക്യാപ്സിക്കം അതൊക്കെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ് ഉണ്ടല്ലോ, ആ സോസും ചില്ലി ഫ്ലേക്സും പിന്നെ സോയാ സോസും അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോസിൻ്റെ ഒരു പകുതി ഭാഗമാണ് ഇതിൽ ചേർത്ത് കൊടുത്തത് കേട്ടോ. ചിക്കനിലാണ് ബാക്കി പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതും പിന്നെ വെള്ളവും രണ്ടും കൂടിയിട്ട് 1.5 കപ്പാണ് ഞാൻ ചേർത്തത്. നന്നായി സൂപ്പി ആയിട്ടിരിക്കണമെങ്കിൽ 2 കപ്പ് വെള്ളം വരെ ചേർക്കാം. 2-3 മിനിറ്റ് നേരം വേവിച്ചതിന് ശേഷം നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് നമ്മുടെ ചിക്കനാണ്. അപ്പോൾ ഞാൻ ആ സോസിൽ ടോസ്റ്റ് ചെയ്ത ചിക്കൻ ചേർക്കുന്നുണ്ട്. ഒത്തൻറ്റിക് സ്റ്റൈലിൽ ശരിക്കും ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ചിക്കനോ പോർക്കോ ഒക്കെയാണ് അവർ ചേർക്കുക. നമുക്ക് കുറച്ച് എരിവും പുളിയൊക്കെ വേണ്ടതുകൊണ്ട് ഞാനതൊന്ന് സോസിൽ ടോസ്റ്റ് ചെയ്തിട്ടാണ് ചേർത്തത്. അല്ലെങ്കിൽ പിന്നെ മുട്ട പുഴുങ്ങിയത്, പനീർ ഫ്രൈ ചെയ്തത് അതൊക്കെ നമുക്കിതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് വെക്കാം. അപ്പോൾ ഈ നൂഡിൽസ് വേവിച്ചതും പിന്നെ അതിൻ്റെ സൂപ്പ് അല്ലെങ്കിൽ ബ്രോത്തും പിന്നെ ഈ ടോപ്പിങ്ങും അതെല്ലാം കൂടി ചേർന്നതാണ് രമൻ എന്ന് പറയുന്നത് നമ്മുടെ ജാപ്പനീസ് ഡിഷ്. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് എരിവും ഇതൊക്കെ വേണമെങ്കിൽ ഗോച്ചുചാങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോസ് വാങ്ങാൻ കിട്ടും. അതൊരു കൊറിയൻ സോസാണ്. അത് വെച്ചിട്ട് നമുക്കിവിടെ ചെയ്യാം. ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി സ്പൈസി ആയിരിക്കും. ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയ സോസ് തന്നെ വെച്ചിട്ട് മീഡിയം സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ജപ്പാനീസ് ഡിഷൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക്